ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് ഈ ഒരു ഉടുപ്പ് ദേവുട്ടിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും അരമണിക്കൂർ കൊണ്ടാട്ടോ ഞാൻ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതാ മക്കൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ നല്ല സിമ്പിളായിട്ടൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിലൊരു പ്ലെയിൻ ആയതുകൊണ്ട് കുറച്ച് എംബ്രോയ്ഡറി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൈകൊണ്ട് തുന്നാനുള്ള സമയമില്ല, പിന്നെ പോരാത്തതിന് ഞാൻ ചെയ്യുമ്പോൾ ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് നമ്മുടെ സാധാ വിഷയത്തിൽ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വിഷയത്തിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഫൂട്ട് ഉണ്ടല്ലോ, അതാണ് ആദ്യം അഴിച്ച് മാറ്റാനുള്ളത്. അപ്പോൾ ആ ഫൂട്ടിൻ്റെ മുകളിൽ കാണുന്ന ആ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കുക. ലൂസാക്കി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. അത് മൊത്തത്തിൽ ഊരാൻ നിൽക്കണ്ട, സ്ക്രൂ ജസ്റ്റ് അത് ഈ ഫൂട്ട് ഊരി കഴിഞ്ഞിട്ട് അതങ്ങനെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. കാരണം നമ്മളത് അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പണി പാളും. അത് കാരണമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് അത് ലൂസാക്കിയിട്ട് ഫൂട്ട് അഴിച്ച് മാറ്റിയിട്ട് അത് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവറാണ്. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം വളരെ വളരെ ശ്രദ്ധിച്ച് കാണുക. ഈ ഒരു ഞെട്ടുണ്ടല്ലോ, ആ ഒരു സംഭവം നമുക്ക് അഴിച്ച് ഊരിയെടുക്കാനുള്ളതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആ സൂചിയുടെ തൊട്ട് അപ്പുറത്ത് കാണുന്ന ആ ഒരു സ്ക്രൂവും കൂടി അഴിച്ച് മാറ്റണം. മാറ്റി വയ്ക്കേണ്ട, നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം. ഇതിപ്പോൾ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ലൂസാക്കി അഴിച്ചെടുക്കുക. ഇതും അതിൻ്റെ നേരെ കാണുന്ന ആ ഒരു ഞെട്ടും കൂടി എടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇത് നല്ല ടൈറ്റായിരിക്കും. അടുത്തെങ്ങാനും വിഷയത്തിൽ ഇതുപോലത്തെ അഴിച്ചുപണികളൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഈ ഒരു 2 ഞെട്ടുകൾ നല്ല ടൈറ്റായിരിക്കും. അതുകൊണ്ട് വീട്ടിൽ ഹസ്ബൻഡും ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെയ്ത് തരാൻ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ബലം പിടിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അവർ സിമ്പിളായിട്ട് ഇതൊക്കെ അഴിച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം പ്രണവിനെ കൊണ്ടാണ് ചെയ്യിച്ചത്. ഇതിപ്പോൾ സെക്കൻഡ് ടൈം ആയതുകൊണ്ട് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നു. അത്രയും ടൈറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആ 2 ഞെട്ടും ഊരി എടുത്ത് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിത് ഇപ്പോൾ തന്നെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അതിനുശേഷം ആ ഒരു പ്ലേറ്റ് എടുത്ത് മാറ്റി കഴിയുമ്പോൾ അകത്തായിട്ട് ഇതുപോലത്തെ ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, ഇതിനെ പല്ലോ അങ്ങനെ എന്തോ പറയുന്നത്, എനിക്ക് പേരറിയില്ല. അപ്പോൾ അതിൻ്റെ അവിടെ 2 ചെറിയ ഞെട്ട് കണ്ടോ, അത് രണ്ടും അഴിച്ച് വെക്കാനുള്ളതാണ്. ആ ഒരു പല്ല് പോലത്തെ സംഭവമില്ലേ, അതും അഴിച്ച് മാറ്റി വെക്കാനുള്ളതാണ്. അത് മാറ്റി വെച്ചാലാണ് നമുക്ക് എംബ്രോയ്ഡറി സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ സംഭവം ഉണ്ട് എങ്കിൽ നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് തുണിയിൽ വരുള്ളൂ. ഇത് അഴിച്ച് മാറ്റുമ്പോഴാണ് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ സ്റ്റിച്ച് പോകണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓരോ ഷേപ്പിലൊക്കെ സ്റ്റിച്ച് വരണമെങ്കിൽ ഈ സംഭവം അഴിച്ച് മാറ്റേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സംഭവവും ഇതിൻ്റെ 2 ഞെട്ടുണ്ടല്ലോ, ഇതെടുത്ത് സൂക്ഷിച്ച് വെക്കണം. കാരണം ഈ ഒരു എംബ്രോയ്ഡറി ചെയ്ത് കഴിയുമ്പോൾ ഇത് വെച്ചാലാണ് നമുക്ക് സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം ഇത് എവിടെയെങ്കിലും സേഫായിട്ട് എടുത്ത് വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ സാധാ പോലെ ആ ഒരു പ്ലേറ്റ് എടുത്ത് വെക്കുക. ആ 2 ഞെട്ടിട്ട് അത് നന്നായിട്ട് സെക്യൂർ ചെയ്ത് മുറുക്കി വെക്കുക. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം. ഈ ഒരു സംഭവം ആ ഒരു ഞെട്ടും ആ ഒരു പല്ല് പോലത്തെ സംഭവം സൂക്ഷിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അത് കാരണം ഇതഴിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് നമ്മുടെ ഈ ഒരു ടെൻഷൻ പോയിൻ്റ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ലൂസാക്കി വെക്കുക. ഒത്തിരി ലൂസാക്കരുത്, ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ട് ഇതുപോലെ നൂല് വലിച്ച് നോക്കാം. നല്ല സിമ്പിളായിട്ട് അയഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അതിന് ശേഷം നമ്മൾ താഴത്തെ നിന്ന് ബോബിനും കേസ് എടുക്കുക. അതും കുറച്ചൊന്ന് ലൂസാക്കി വെക്കണം. അപ്പോൾ ആ 2 ഞെട്ട് കണ്ടോ, നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇത് അയച്ചല്ലോ, അതുപോലെ ഇത് ചെറുതായിട്ട് ഒന്ന് ആ 2 ഞെട്ടും ഒന്ന് ലൂസാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്റ്റിച്ചിൻ്റെ ആ ഒരു അളവുണ്ടല്ലോ, ഈ ഒരു അളവ് എനിക്ക് എത്രയാണ് കറക്റ്റ് പറയാൻ പറ്റില്ല. ഞാനത് കാരണം ഈ എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 3, 4 അങ്ങനത്തെ ഒരു അളവിലെത്തിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. അതിന് മുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ നൂല് കട്ടായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് നല്ല ഭംഗിയിൽ കിട്ടുന്നത് അപ്പോഴാണ് അത് ആ ഒരു ഇതാണ് നിങ്ങളുടെ കയ്യിൽ ഫിക്സ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ക്ലോത്ത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്. നമ്മൾ സാധാരണ ഹാൻഡ് എംബ്രോയ്ഡറി പോലെ അല്ല ചെയ്യേണ്ടത്. ഇവിടെ ആ ഒരു മുറുക്കുന്ന ആ ഒരു റിങ്ങില്ലേ, അതാണ് ഫസ്റ്റ് വെക്കേണ്ടത്. അതിൻ്റെ മുകളിലേക്കാണ് ക്ലോത്ത് വെക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ആ ഒരു റിങ്ങാണ് ഇതിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ വെക്കേണ്ടത്. മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സാധാ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഇത് തിരിച്ചാണ് ചെയ്യാറ്. ഇതിപ്പോൾ വന്നേക്കണത് ക്ലോത്ത് ഇങ്ങനെ ശരിക്കും താഴെ ആയിട്ടാണ്.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ മുറുക്കുന്ന ആ റൗണ്ടാണ് ആദ്യം വെക്കേണ്ടത്. അതിൻ്റെ മുകളിലേക്കാണ് ക്ലോത്ത് വെക്കേണ്ടത്. അതിൻ്റെ അകത്താണ് വരുന്ന ആ റിങ് വെക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലവറോ എന്ത് ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത് അത് വരച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു ഫ്ലവറാണ് വരച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇത് കട്ട ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിച്ച് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതേ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ സ്ലോവിൽ കൊടുക്കുക. കൊടുത്ത് കഴിയുമ്പോൾ ഫസ്റ്റത്തെ ആ നൂലിങ്ങനെ നീണ്ടിരിക്കുന്നുണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പിടിക്കുക. അതിന് ശേഷം നമ്മൾ വരച്ചേക്കുന്ന ആ ഒരു ഇതിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം കുറേ പ്രാവശ്യം ട്രയൽ ചെയ്ത് നോക്കണം കട്ട പിടിക്കുന്നുണ്ടോ എങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ അളവിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. അതുപോലെ ടെൻഷനൊക്കെ കൂട്ടി കുറച്ചൊക്കെ ഇട്ട് നോക്കുക എപ്പോഴാണ് കറക്റ്റിൽ വരുന്നത്. ഇതുപോലെ കറക്റ്റിൽ വരുന്നത് അതുവരെ നമ്മളങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ആദ്യം ചെയ്തിട്ട് ഒത്തിരിയൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ ചെയ്ത് സെറ്റായതാണ്. ഇതിപ്പോൾ എപ്പോൾ ചെയ്താലും ഇങ്ങനെ നമ്മൾ നോക്കണം. ചിലപ്പോൾ അടിയിൽ കട്ട പിടിക്കുന്നുണ്ടാകും, ചിലപ്പോൾ മേളിൽ കട്ട പിടിക്കുന്നുണ്ടാകും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പല യൂട്യൂബ് ചാനലിലും പല വീഡിയോസും കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഫസ്റ്റ് ടൈം തന്നെ റെഡി ആകുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട. ഇങ്ങനെ ഒത്തിരി ടൈം നോക്കിയിട്ടൊക്കെ ആയിരിക്കും അവർക്ക് സെറ്റാവുക. ചിലപ്പോൾ പെട്ടെന്ന് റെഡിയാവും. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് വരിക. ആ റെഡ് കാണുന്നത് അടിയിലിട്ടേക്കണ നൂല് റെഡ് ആയത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ക്ലോത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചാണ് ഒരുവിധം കട്ടിക്ക് വരുള്ളൂ. ഇതിലും കട്ടിക്കാണ് ഞാൻ സാധാരണ എടുക്കാറ്. ഇതിപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചടപടയെന്ന് വേഗം ചെയ്യുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എന്തോ എടുത്തുള്ളൂ ഇത്രയും ഫ്ലവേഴ്സ് വരയ്ക്കാനായിട്ട്. ഞാനെന്തോ 5-6 ഫ്ലവേഴ്സാണ് ചെയ്തെടുത്തത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റാവാറില്ല. കുറച്ച് നാൾ ഇത്തരം പരിപാടികളൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ അങ്ങോട്ട് ചെയ്തിട്ട് സെറ്റാവുന്നില്ല. ഞാൻ കല്യാണത്തിന് മുമ്പേ കോളേജ് ടൈമിലൊക്കെ ഇതേപോലെ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സിലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പോഴൊക്കെ സെറ്റായി കിട്ടാറുണ്ട്. ഇപ്പം എന്തോ ആ ഒരു ടച്ച് പോയി എന്നാണ് തോന്നുന്നത്. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.